അപ്പോൾ ഇതുപോലെ വല്ല കാലത്തൊക്കെയാണ് ഇതൊക്കെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. ബിരിയാണി കഴിക്കണം തോന്നണുണ്ടോ ഇപ്പം? പാവം. അപ്പം അതുപോലെ തന്നെ കണ്ട ഹായ്, ബിന്ദുസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞങ്ങളെ ഇന്നൊരുപാട് സന്തോഷത്തിലാണ്. കാരണം 10K ആകും എന്ന് പോലും വിചാരിച്ച് ഇരുന്നില്ല. നമ്മുടെ ചാനലിൽ ഒരു 10K എങ്കിലും കണ്ടാൽ മതി എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആദ്യം ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഇത് ഒരു ചാനലാക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല ആദ്യത്തെ വീഡിയോ ഇട്ടത്. വീഡിയോ സേവ് ആയിട്ട് അവിടെ സേവ് ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മൊബൈലിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂട്യൂബിൽ കൊണ്ടിട്ട് അവിടെ കിടന്നോളൂല്ലോ എന്നോർത്ത് നമ്മൾ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ പിന്നീട് ഞാനിതൊരു ചാനലാക്കാം, ഇത് തന്നെ ഒരു ചാനലാക്കാം എന്നൊക്കെ വിചാരിച്ച് ഒരു ചാനലാക്കി. അപ്പോൾ ചാനലിന് ഞാൻ ആദ്യമായിട്ടിട്ട പേര് സൃഷ്ടി എന്നായിരുന്നു കേട്ടോ. സൃഷ്ടി, അത് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു, സൃഷ്ടി എന്നായിരുന്നു അതിൻ്റെ പേജും. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ഇട്ടു. ചുമ്മാ ഒരു പേരിട്ടതാണ് കേട്ടോ. എനിക്ക് സൃഷ്ടി എന്നുള്ള ഒരു പദത്തോട് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഇട്ടതാണ്. പിന്നീട് ഞാൻ ബിന്ദു ജോജോ എൻ്റെ പേര് തന്നെയാക്കി. നമ്മുടെ ഒഫീഷ്യൽ നെയിം ആധാർ കാർഡിലെയൊക്കെ പേര് ബിന്ദു ജോജോ എന്ന് അത് തന്നെയാക്കി. നമ്മൾ FBക്കും എൻ്റെ FBയിലെ പേര് ബിന്ദു ജോജോ എന്നായിരുന്നതുകൊണ്ട് അത് തന്നെ അങ്ങ് ആക്കി. പിന്നീട് വീഡിയോസൊക്കെ ഇട്ടു. കാരണം ടിക്ടോക്കൊക്കെ പോയ സമയത്താണ് പിന്നെ ഞാൻ ഈ യൂട്യൂബിനകത്ത് ആക്റ്റീവായതേ. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പം ടിക്ടോക്കിലെ വീഡിയോസ് എല്ലാം നഷ്ടപ്പെടാതിരിക്കണം, അതും ഒരു സേഫ് ആക്കി ഇടുക, സേവ് ചെയ്തിടുക എന്നുള്ളൊരു മാർഗ്ഗത്തിൽ മാത്രം ഇട്ടതാണ് കേട്ടോ. അങ്ങനെ അതും ഇട്ടു. വണ്ടി അങ്ങനെ ഇട്ട് പിന്നീട് നമ്മൾ കൊറോണ ടൈമൊക്കെ ആകുന്ന ഒരു സമയത്തൊക്കെ പിന്നെ ഞാൻ ഇതിനകത്ത് ആക്റ്റീവായി. അതിന് തൊട്ട് മുമ്പ് ഒന്ന് ആക്റ്റീവായി. നമ്മൾ എന്തെങ്കിലുമൊക്കെ പലരും ഇങ്ങനെ നമ്മുടെ ഡ്രസ്സ് കളക്ഷൻസ് കാണിക്കുന്നു, ഒരേ കളറിലുള്ള ഡ്രസ്സ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇടുന്നു, അങ്ങനെയൊക്കെ. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു ഫാമിലി വ്ളോഗോ അല്ലെങ്കിൽ ഒരു കുക്കിങ്ങോ അങ്ങനെയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കുക്ക് ചെയ്ത് 1-2 വീഡിയോസൊക്കെ ജസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ വലിയ കുക്കൊന്നും അല്ലാത്തത് കൊണ്ട്, എനിക്ക് വലിയ പാചകമൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ആ ഒരു മേഖലയിലേക്കൊന്നും ഞാൻ അങ്ങനെ കടന്നിരുന്നില്ല. നമ്മളെ വീഡിയോ ഇടണമെന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഡ്രസ് കളക്ഷൻസ് കാണിക്കുക, കുറേ സാരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റെഡ് കളർ സാരി തന്നെ, ബ്ലൂ കളർ സാരി തന്നെ, അങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്ത് ആൻസ് കുട്ടൻ്റെ ഉടുപ്പ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ്, അങ്ങനെയൊക്കെ കുറേ വീഡിയോ ഒക്കെ ചെയ്തെങ്കിൽ നമുക്ക് വലിയ വ്യൂസൊന്നും വന്നൊന്നുമില്ല. കാരണം ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാനും ഇതിനകത്ത് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് എഡ്യൂക്കേഷണൽ വീഡിയോസ് പോലെയുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഗ്രാമർ, അതുപോലെയുള്ള ഇംഗ്ലീഷ് സ്റ്റാർട്ടിങ് ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് ഇതൊന്നും രക്ഷപ്പെട്ടില്ല. അവസാനം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മോണോആക്റ്റായിരുന്നു. അപ്പം അതൊക്കെ ഇട്ടിട്ട് പോയി ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ എടുത്ത് നോക്കുമ്പോൾ 800 സംതിങ് സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നത്. ഞാനങ്ങനെ ഞെട്ടിപ്പോയി. അത് പിന്നെയാണ് ഞാൻ കുറച്ചെങ്കിലും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. മറ്റേ ചക്ക വറ്റലുണ്ടാക്കിയത്, ചക്ക വറുത്തത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്താ പറയേണ്ടതെന്നോ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ വേറെ കുറേ കാര്യങ്ങളും ഒക്കെ നോക്കിയാണ്. എഡിറ്റിംഗ് ഒക്കെ ആരും എന്നെ പഠിപ്പിച്ചതല്ല കേട്ടോ. ഞാൻ സ്വയം യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയൊക്കെയാണ് ഞാൻ സ്വയമാണ് പഠിച്ചത്. ഞാൻ ആരോടും ചോദിക്കാനൊന്നും പോയില്ല. കാരണം നമ്മൾ ചോദിച്ചാലൊന്നും വലിയ വലിയ ചാനലുകാരൊന്നും റിപ്ലൈ ഒന്നും തരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കാനൊന്നും പോയൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇട്ടിട്ട് പിന്നെ കുറേ നാൾ ഞാൻ ഒരിടത്തും ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങ് പോയി. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും 3000-4000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയേക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഇൻസ്റ്റയിലൊക്കെ ആക്ട് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഇടും. അപ്പോൾ ഷോർട്സിൽ നിന്ന് അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ഷോർട്സ് കൂടുതലിടുക, ഷോർട്സ് വീഡിയോ ഇട്ട സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കോമഡിയും അല്ലാത്തതും എല്ലാം അങ്ങ് പരീക്ഷിച്ച് നോക്കി. ആക്ടിങ് പോലെയുള്ള വീഡിയോസ്, അനുകരണ കല എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പം കുറേ സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെ ഇരിക്കെ 1 മിനിറ്റ് വീഡിയോ എന്തുകൊണ്ട് ഇട്ടുകൂടാന്നുള്ള ചിന്ത വന്നു. ഒരു ദിവസത്തെ രാവിലെ കുക്കിംഗ് ഫുള്ളായിട്ട് നമ്മൾ വലിയ വീഡിയോ, ലോങ് വീഡിയോ ഇട്ട് ആരും അധികം കാണുന്നില്ല. അപ്പോൾ 1 മിനിറ്റായിട്ട് ഇതിനെ ഒന്ന് സ്പീഡപ്പ് കൂട്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണുമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഇട്ട് തുടങ്ങി. അതിൽ നിന്നാണ് നമ്മുടെ ചാനൽ അത്യാവശ്യം റീച്ചായി വന്നത്. അങ്ങനെ വന്ന് 10K ആയി. 10K ആയപ്പോൾ ഞാനോർത്ത് ഏതായാലും 10K ആയി കിട്ടി, ഇനിയിപ്പം ഇതിവിടെ സ്റ്റോപ്പ് ആകുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ വീഡിയോ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ 10Kയിൽ നിന്ന് 20, 30, 40 ഒക്കെ വന്നു. അതിനുശേഷം പിന്നെ ഇടയ്ക്ക് ജോലിക്ക് കയറേണ്ടി വന്നു. ജോലിക്ക് കയറിയപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോ ഇടുന്നത് കംപ്ലീറ്റ് ഞാനങ്ങ് നിർത്തി.
കാരണം എനിക്ക് രാവിലെ എന്തെങ്കിലും മോർണിംഗ് നിർത്തി കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു ഗുഡ് മോർണിംഗ് വീഡിയോ ഇടണം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ അവരറിയിച്ചത് കൊണ്ട് നമ്മൾ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. ഗുഡ് മോർണിംഗ് വീഡിയോസ് മാത്രം ഞാൻ ഇട്ട് തുടങ്ങി. അല്ലാതെ നമുക്ക് കിച്ചൺ വീഡിയോ ഇടാൻ എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ പിന്നെ അതിനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോസ് അങ്ങ് നിർത്തി. ഗുഡ് മോർണിംഗ് വീഡിയോ മാത്രമാക്കി മാറ്റി. ലഞ്ച് ബോക്സ് വീഡിയോ അപ്പോൾ എടുക്കാനേ പറ്റുന്നില്ല. കാരണം ആൻസൂട്ടൻ്റെ ലഞ്ച് ബോക്സ് എടുത്ത് വെക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ അതിന് മുമ്പേ പോകുമല്ലോ. ആൻസിൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ മറ്റേ ഫോണിൽ വീട്ടിൽ ലഞ്ച് ബോക്സ് തയ്യാറാക്കി വെക്കണം. എന്നിട്ട് എനിക്കത് ബ്ലൂടൂത്ത് ആക്കിയിട്ട് തരാം. ആണോ? ഓ, നല്ല എടുത്ത് വെക്കാം. നിനക്ക് അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? നീ എഴുന്നേക്കുന്നത് തന്നെ താമസിച്ചല്ലേടാ? അല്ല, ഞാൻ പോകുന്നത് ഇവിടുന്ന് 8:19 ആണോ? നമുക്ക് വീടിനകത്തേക്ക് പോയാലോ? ഇവിടെ വെട്ടത്തിന് നല്ല കുറവുണ്ട്. ഞങ്ങളെ വീടിനകത്തേക്ക് കയറി പോകുന്ന ചെറുതായിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞ ലെവലിൽ ഇട്ട്. പക്ഷെ നല്ല സൗണ്ട് നോയ്സ് എന്താണേലും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഫാനില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ഈ മുറിക്കകത്ത് ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാലോ ഡാൻസ് കൂട്ടാ. അങ്ങനെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഷോർട്സ് വീഡിയോ ഇടുന്നതൊക്കെ അങ്ങ് നിർത്തേണ്ടി വന്നു. അപ്പം ഒരുപാട് പേര് നമുക്ക് കമൻ്റ് ഇട്ടിട്ടോ, പേഴ്സണലായിട്ട് കമൻ്റ് ഇട്ടു. പിന്നെ നമ്മുടെ ഈ 1 മിനിറ്റ് വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട്, ഇഷ്ടമുള്ളവർ. അവർ നേരിട്ട് കണ്ട കുറച്ച് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേരൊന്നും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും കുറച്ച് പേരെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിലും 1 മിനിറ്റ് വീഡിയോ ഒരുപാട് ഇഷ്ടമാണ്, അതിൻ്റെ ഫാൻസാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ഒത്തിരി പേര് മിണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ തൊടുപുഴ സ്റ്റാൻഡിലൊക്കെ വെച്ച് കണ്ട് ഒരു ദിവസം നമ്മുടെ തൊടുപുഴയിൽ നിന്ന് കല്യാണം കഴിച്ച് പെരുമ്പാവൂർക്ക് വിട്ടിരിക്കുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് വീഡിയോ ഫാനാന്ന് എന്നോട് പറഞ്ഞിട്ടോ, മഞ്ജു എന്നാ പേര്. അപ്പം അങ്ങനെ നമ്മൾ തിരക്ക് പിടിച്ച് വൈകുന്നേരമൊക്കെ ഓരോരുത്തർ കാണുന്നത്, അല്ലെങ്കിൽ രാവിലെയോ അങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ കാണുന്നത്. എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്നുള്ള ചിന്തയാണ് നമ്മൾ. കാരണം വരുമ്പോഴത്തേക്ക് കുറേ സമയമായി പോകുമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ 1 മിനിറ്റ് വീഡിയോ അപ്പം ഞാനിപ്പം വീണ്ടും എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ വിചാരിച്ചു ഇന്നെടുക്കുന്ന വീഡിയോ നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം, ആ ഒരു രീതിയിലാണ്. ഇന്നിപ്പം നമ്മളെ വീട്ടിൽ അധികം ഒന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് ഫുള്ള് ഉറക്കമായിരുന്നു. അപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് അപ്പോൾ കറിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി ബീഫ് ഫ്രൈ, നമ്മുടെ ബ്രദേഴ്സ് ഹോട്ടലിലെ ബീഫ് ഫ്രൈ സൂപ്പറാണ്. വന്നോടാ, അന്നാ പോയി വാങ്ങിച്ചോണ്ട് പോവാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ വാങ്ങിക്കൊണ്ട് വരാൻ. എത്ര രൂപയാന്ന് ചോദിച്ചിട്ടോ കേട്ടോ. അപ്പോൾ എടാ ബാസ്ക്യോ അങ്ങനെ ബീഫ് ഫ്രൈ വാങ്ങാം. അപ്പോൾ ആൻസൂട്ടൻ ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ആൻസൂട്ടൻ അങ്ങനെ ബിരിയാണി കഴിക്കാറില്ല, അവനങ്ങനെ അധികം ഇഷ്ടമല്ല. എന്തുകൊണ്ട് അവനിന്ന് ബിരിയാണി കഴിക്കണം എന്നുള്ളൊരു മോഹം പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ തവണ ഉണ്ടാക്കി ഫ്ലോപ്പായിപ്പോയി, രണ്ടാമത്തെ തവണ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ അങ്ങനെ ബിരിയാണി ഫാൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാത്തതാണ്. എനിക്കാണെങ്കിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടാക്കി കാണിക്കും, നമുക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ പോരെ എന്ന് ചിന്തിച്ചു. $50 കാര്യമില്ലല്ലോ, 200 വേണ്ട. എൻ്റെ ഒരു ചില്ലറയായിട്ടില്ല, ബാക്കി വാങ്ങിച്ചോണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിതായിപ്പം ബീഫ് ഫ്രൈ വാങ്ങി, ബിരിയാണി ആൻസൂട്ടന് ഒരെണ്ണം വാങ്ങി. ഞാനോർത്ത് 75K ആയതിൻ്റെ ഒരു സന്തോഷം ആൻസൂട്ടന് ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആൻസൂട്ടന് അങ്ങനെ അത് വാങ്ങിച്ചിട്ടോ, ഒരു ബിരിയാണി വാങ്ങിച്ചുള്ളൂ. ഇവിടെ ആരും അങ്ങനെ ബിരിയാണി കഴിക്കുന്നവരല്ല. പിന്നെ ചോറ് വെച്ച് തിരിപ്പുണ്ട്, കപ്പ വാട്ടിയിട്ടിട്ടുണ്ട്, അത് പുഴുങ്ങാനായിട്ട്. അപ്പോൾ കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇരിക്കുകയാണ്. ബാസ്കിമോനാണെങ്കിൽ ഇതാ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അതാണ് ബാസ്ക്യു ഇന്ന് കഴിച്ചത്. ചിക്കൻ ഫ്രൈ ആക്കി ബാസ്കി മോൻ അതങ്ങ് കഴിച്ചു. എന്നിട്ട് കിടക്കുന്ന കിടപ്പ ബാസ്ക്യോ വന്നേ ഒട്ടി വാ. വരത്തില്ലേ, വഴക്ക് പറഞ്ഞ് ഓടി വരട്ടോ. പിന്നെ എല്ലാവരെയും പിടിച്ച് അടിയാൻ വെച്ച് തരുന്ന അടി ആരും പറഞ്ഞാലും കേൾക്കാനുള്ള ഒരു മൈൻഡും ഇല്ലല്ലോ. എടാ എന്നെ നാണം കിടത്തില്ലടാ, ഇവിടെ കയറുവാടാ. ഡാ ബാസ്ക്യു ഡാ ഡാ. ആൻസ് ഇറങ്ങിപ്പോയി എന്നെ കൊതുകുത്തി കിടക്കുക കൂടെ കൊണ്ടുപോകാത്തതിൻ്റെ. ആ സോളിപ്പാ ഞാനുണ്ട്. എടാ നിന്നെ നോക്കിയിട്ട് ബാസ്ക്യു എന്നോട് മിണ്ടുന്നേ ഇല്ലടാ. ബാസ്ക്യു ഇവിടെ അല്ല, വരുത്തിയില്ലെങ്കിൽ വരുത്തും ഞാൻ. ഓം ക്രീം ജിം പൂമ്പ. ബാ
ഇവിടെ കിടന്നോ വാസ്ക്യൂ. എന്നാ പിന്നെ ഞാൻ വിളിച്ചിട്ട് വരാൻ. ഞാൻ ആൻസൂട്ടനെ നോക്കിയിരിക്കുമായിരുന്നു. അതോ ഒരു ഉമ്മാരാവാ ഉമ്മ എവിടെ തന്നെ ആര് തന്നെ ക്യാമറയാന്ന് മനസ്സിലാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ ഇരിക്കുമായിരുന്നു. ആൻസ് കൂട്ടൻ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമുക്ക് ഇന്ന് 75K ഫാമിലി മെമ്പേഴ്സായ ഒരു യൂട്യൂബ് ചാനലായിട്ട് ബിന്ദു സ്ട്രീംസ് മാറി. അതിൽ ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പോഴും അധികം വീഡിയോസ് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. നമ്മുടെ പഴയ വീഡിയോയൊക്കെ കണ്ടിട്ട് അടുക്കള വീഡിയോ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഒരു ഭാഗ്യം, എനിക്ക് നെഗറ്റീവ് കമൻസ് വരാറില്ല. എനിക്ക് ഒരാഴ്ചയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വല്ലതും വന്നെങ്കിലേ ആയുള്ളേ. അപ്പം തീരെ വൾഗറായ കമൻസ് ഒക്കെ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാറേ ഉള്ളൂ. അല്ലാതെ നെഗറ്റീവ് ഇടണം എന്ന് വിചാരിച്ച് വരുന്ന ചിലരുണ്ട്. നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. ഞാൻ പോസിറ്റീവായ കാര്യങ്ങളൊന്നും ചിന്തിക്കുകയോ ഇല്ല പറയുകയോ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി വേണ്ട എന്ന് മനഃപൂർവ്വം വിചാരിച്ച് വരുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരെ കാണുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ചിരിക്കാറുണ്ട് കേട്ടോ. ഇത് പറയാൻ വേണ്ടി മാത്രമായിട്ട് കമൻറ്റ് ഇട്ടതാണെന്ന് അറിയാം. അപ്പം അവർക്ക് എന്തെങ്കിലും റിപ്ലൈ നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വിമൻസ് ഡേ ആയിട്ട് അവിടെ ആൻസ് കൂട്ടൻ ഓടിപ്പോയി എനിക്കൊരു കാർഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നതാണ് കേട്ടോ. ഹാപ്പി വിമൻസ് ഡേ എന്നും പറഞ്ഞ് 2 പിക്ചർ ഒക്കെ എടുത്ത ഒരു ലവ് ഒക്കെ ഇട്ട് പിന്നെ ഒരു നമ്മുടെ അതെന്തിയാടാ ആ ലവ് ഇതാ ഇത് ഫോയിൽ പേപ്പർ കൊണ്ട് ഒരു ലവ് ഒക്കെ ഹാർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കി ഒരു ഹാർട്ടൊക്കെ ഉണ്ടാക്കി അതിൽ പിൻ ചെയ്ത് എനിക്ക് കൊണ്ട് തന്നു. അപ്പം ഇങ്ങനെയൊക്കെ തരാനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണ്ടേ. ഞാൻ പറയാതെ തന്നെ അത് ഞാനാണെങ്കിൽ വാട്സപ്പിനകത്ത് സ്റ്റാറ്റസ് ഇടുമായിരുന്നു കേട്ടോ. ഞാൻ കണ്ടുമുട്ടിയ കുറച്ച് വനിതകളുടെ സ്റ്റാറ്റസ് ഫോട്ടോസ് ഇടുമായിരുന്നേ. എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത അങ്ങനെ കുറച്ച് വനിതകളുടെയൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരും നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ റിലേറ്റീവ്സും കസിൻസും ആൻറ്റിയും അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇടുന്ന കണ്ട് ആൻസൂട്ടൻ അപ്പം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വനിതാ ദിനാടാ വിമൻസ് ഡേ ആണെന്ന് പറഞ്ഞു. ഓടിപ്പോയിട്ട് തന്നെത്താനെ ഒരു കാർഡൊക്കെ ഉണ്ടാക്കി സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ കറക്റ്റായിട്ടൊക്കെ എഴുതി എന്നോട് അപ്പോസ്ട്രോഫി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തന്ന് എഴുതി കൊണ്ടു തന്ന ആൻസൂട്ടനാണ് കേട്ടോ ഇത്. അപ്പോൾ അപ്പോൾ അന്നേരമാണ് ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടതും ഇങ്ങനെ ഇടണം ആൻസുകുട്ടൻ പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ടൊരു ഷോർട്സ് വീഡിയോ ഒക്കെ നമ്മൾ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഫുൾ അങ്ങ് ഉറങ്ങി തീർക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ചേച്ചിമാർക്കും ആന്റിമാർക്കും അമ്മമാർക്കും മുത്തശ്ശിമാർക്കും അനിയത്തിമാർക്കും സഹോദരിമാർക്കും എല്ലാ പെൺകുട്ടികൾക്കും ഹാപ്പി വാലന്റൈൻസ് ഡേയോ. അതെന്റെ മുടിയുടെ നേരെ പിടിച്ചേ. അപ്പൊ നല്ല കളറുണ്ട്. നേരെ പിടിക്കണം, മുമ്പോട്ട് പിടിക്കുക മുടിയുടെ അവിടെ ആയിട്ട് കണ്ടോ. അങ്ങനെ അങ്ങനെ അപ്പൊ മുടിയുടെ നേരെ പിടിച്ചാൽ കാണാൻ പറ്റും. നേരെ അങ്ങോട്ട് പിടിക്കണം, നീട്ടി പിടിക്കുക ഫ്രണ്ടിലേക്ക്. കണ്ട അങ്ങനെ ഇരിക്കുവാണ്. പിന്നെന്താ കുറച്ച് മുമ്പ് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ബാസ്കിമോനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച്. ബാസ്കിമോനെ എല്ലാവരും കണ്ടല്ലോ അല്ലേ. അവൻ അങ്ങനെ നമ്മുടെ വീഡിയോയിലൊന്നും വരാറില്ല. അവന് ഇഷ്ടമല്ല കേട്ടോ വീഡിയോ പിടിക്കുന്നത്, ഫോട്ടോ എടുക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ നിർബന്ധിക്കാറും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ബാസ്കിമോൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ അധികം വരാത്തത്. കക്ഷി വീഡിയോയാണെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ നിലത്തിറങ്ങി കിടക്കുവാണേ. അല്ലെങ്കിൽ അവൻ്റെ അവർക്ക് ഇവിടെ വന്ന് കിടക്കും. ഇനിയിപ്പം ആൻസൂട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കുമ്പം അതിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ബാസ്കിമോന് വന്ന് നിൽക്കും. ബാസ്കിമോന് കൊടുത്തിട്ട് ഇവിടെ കഴിക്കാറുള്ളൂ. പിന്നെ വല്ല കാലത്തൊക്കെ ഇതുപോലെയൊക്കെ കൊച്ചിന് വാങ്ങിച്ചിട്ട് ഞാൻ മാത്രമല്ലേ വാങ്ങിക്കൊടുക്കാറുള്ളൂ, വേറെ ആരും വാങ്ങിക്കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ വല്ല കാലത്തൊക്കെയാണ് ഇതൊക്കെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. ബിരിയാണി കഴിക്കണം തോന്നണുണ്ടോ ഇപ്പം പാവം. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തില്ല കേട്ടോ. ഫുൾ ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം കിടന്ന് ഉറക്കായിരുന്നേ. രാവിലെ നമ്മൾ എന്ത് ചെയ്ത ഡാൻസ് എന്നിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഇന്നത്തെ കാര്യം. നമ്മള് ഫുഡ് കഴിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, CID കണ്ടു, അതിനുശേഷം വന്ന് കിടന്നു. ഞാൻ നോക്കിയപ്പോൾ ആൻസൂട്ടൻ കുറേ നാളായിട്ട് ഷോർട്സ് വീഡിയോ എടുത്ത് നോക്കുക. ഈ ഡയറി മിൽക്ക്
ഹാർട്ട് ആൻഡ് ബ്ലഷ് എന്ന് പറഞ്ഞോണ്ട് BLUS ബ്ലഷ്. ഹാർട്ട് ആൻഡ് ബ്ലഷ് എന്ന് പറഞ്ഞൊരു ഡയറി മിൽക്ക് ഉണ്ട്, നടുക്ക് റോസ് കളറ് പിങ്ക് കളറ് ഹാർട്ടുള്ള ഒരു ഡയറി മിൽക്ക്. അപ്പോൾ അതിങ്ങനെ നോക്കുന്നു. ഞാൻ ഇന്നലെ ആണെങ്കിൽ വന്ന വഴിക്ക് നല്ല ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ ചൂടല്ലേ ഇപ്പം, ഒരു രക്ഷയില്ല. അപ്പം ഐസ് കഴിക്കണം എന്നുള്ളൊരു മോഹം കൊണ്ട് ഐസ്ക്രീം വാങ്ങാമെന്നുള്ളൊരു മോഹവുമായി ഞങ്ങൾ അങ്ങനെ ബേക്കറിയിൽ, ബ്രദേഴ്സ് ബേക്കറിയിൽ ഞാൻ കയറി. ആഴ്ചത്തെ വരുമ്പോഴത്തേക്കും ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരാമല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഈ ഹാർട്ടിൻ്റെ ഡയറി മിൽക്ക് ഇരിക്കുവാണ്. അപ്പോൾ ഞാനത് വാങ്ങി. 180 രൂപയായിട്ടും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് വാങ്ങിച്ച് ആൻസൂട്ടിന് കൊണ്ട് കൊടുത്തു. അപ്പം ഞാൻ ഈ ഐസ്ക്രീമും ഐസും അതിൻ്റെ എല്ലാം കൂടെ കൂട്ടത്തിലാണ് ഇരുന്നത്. ആൻസ് കണ്ടില്ല, ലാസ്റ്റ് ആൻസ് കാണുന്നത്. ആൻസ് ഓപ്പൺ ചെയ്തപ്പോൾ ആൻസ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത് വാങ്ങി തരുമെന്ന്. ചേർന്ന് 180 രൂപയുണ്ടല്ലോ. ഞാൻ അങ്ങേറ്റം പോയ 20 രൂപ 40 രൂപ, അതിനപ്പുറത്തേക്ക് ഞാനൊരു ഡയറി മിൽക്ക് ആൻസൂട്ടിന് വാങ്ങി കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് മലപ്പുറത്തുള്ള ഷഹല ഷക്കീർ. ആ ഫാമിലി ആൻസൂട്ടിന് മിക്കവാറും തന്നെ ഇതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി കൊടുക്കാറുള്ള കേട്ടോ. അവർ വാങ്ങി അയച്ചു കൊടുക്കും. അപ്പം അങ്ങനെ കുറേ ചോക്ലേറ്റ്സ് ഒന്നിച്ച് കണ്ടതല്ലാതെ ആൻസൂട്ടിന് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ബർത്ത്ഡേക്ക് ആൻസൂട്ടിന് കുറേ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഈ ഡയറി മിൽക്കൊക്കെ 10 രൂപയുടെ ഡയറി മിൽക്ക് കുറേ വാങ്ങി ഇങ്ങനെ ഇട്ട് 200 രൂപയുടെ ചോക്ലേറ്റ്സ് വാങ്ങി ഇങ്ങനെ ബെഡിൽ സർപ്രൈസ് കൊടുത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അല്ലാതെ ഇതുപോലെ വലിയ ഒരെണ്ണം ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ വാങ്ങി കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. ഇവർ ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ ചോക്ലേറ്റ് ഇരിക്കുന്നു. ആൻസ് അങ്ങ് ഞെട്ടിപ്പോയി. അന്നേരത്തെ ആൻസിൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു സത്യത്തിൽ വീഡിയോ എടുക്കേണ്ടത് കേട്ടോ. നീ വണ്ടറടിച്ചു പോയില്ലടാ, ഞാൻ വാങ്ങി തരും നീ ഓർത്തിരുന്നാ? അങ്ങനെ വല്ല കാലത്തൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളതൊക്കെ പിള്ളേർ ചോദിക്കാതെ തന്നെ അങ്ങ് വാങ്ങി കൊടുക്കണമെന്നേ. പിന്നെ 3 വയസ്സിലെ ആഗ്രഹമായിരിക്കില്ല 30 വയസ്സിൽ തോന്നുന്നത്, 30 വയസ്സിലെ ആഗ്രഹമായിരിക്കില്ല 60 വയസ്സിൽ തോന്നുന്നത്. നമുക്ക് തോന്നുന്ന സമയത്ത് ആ സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ 3 വയസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു 30 വയസ്സിൽ കിട്ടിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഒരു കാര്യവും ഇല്ലല്ലോ. ചെറുപ്പത്തിലൊക്കെ എൻ്റെ ആഗ്രഹം വളരുമ്പോൾ കുറേ മിഠായി വാങ്ങിച്ചു തിന്നാം. ഇപ്പം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ജോലി നേടി ഒരുപാട് വാങ്ങി തിന്നാന്നായിരുന്നു. ജോലിയൊക്കെ നേടിക്കഴിഞ്ഞ് പ്രാരാബ്ദങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആ ആഗ്രഹങ്ങളൊക്കെ അന്നേ ഇല്ലാണ്ടായി. ഇപ്പം അതൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 10-15 പരിപ്പോടെയൊക്കെ ഒരുമിച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ, ഒരുമിച്ച് കാണണം വാങ്ങണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷേ ഇപ്പം പരിപ്പോടെ ഞാൻ വീട്ടിലൊക്കെ എന്തോരം ഉണ്ടാക്കും. പരിപ്പ് വട, പിന്നെ നമ്മൾ കടയിലൊക്കെ പരിപ്പ് വടയൊക്കെ കാണുമ്പോഴേ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയപ്പോൾ പരിപ്പ് വട ഇരിക്കും. അപ്പം അതിന് വേറെ മിസ്സുമാരുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ചായയും പരിപ്പ് വടയും നല്ല കോമ്പിനേഷനാണ് വാങ്ങിക്കോളാൻ പറഞ്ഞു. പണ്ടൊക്കെ എനിക്ക് അതിനോട് ഭയങ്കര പ്രിയമായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ, ഇന്നലെ ആണെങ്കിലും ബ്രദേഴ്സ് ബേക്കറിയിൽ കയറിയപ്പോഴും അവിടെ ഈ പരിപ്പ് വട ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റാൻഡിൻ്റെ അവിടെ സിറ്റി ബേക്കേഴ്സിലടാ, അവിടെ കയറിയപ്പോഴും പരിപ്പ് വട നോക്കും എന്നല്ലാതെ അത് വാങ്ങണം എന്ന് എനിക്കിപ്പം ഒരിക്കലും തോന്നാറില്ല കേട്ടോ. ഇന്നലെ ഞാൻ എന്നിട്ട് പഴംപൊരി വാങ്ങിച്ചുകൊണ്ടു. ഞാൻ മാത്രം കഴിച്ചില്ല, ഇവർ രണ്ടുപേരും കഴിച്ചു. ഞാനിരുന്ന് എന്നിട്ട് രാവിലെ കഴിക്കുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ആ കൂട്ടത്തിൽ കഴിച്ചു. അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ പിള്ളേർക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ തോന്നാറുള്ളൂ. ഒരു 180 രൂപ അതിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചാലോ, അല്ലെങ്കിൽ അത്രയും രൂപ ചോക്ലേറ്റിന് വേണ്ടി കളയണമെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഒരുത്തൻ ഇവിടെ ബിരിയാണി കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ആൻസൂട്ടൻ പോയി ബിരിയാണിയൊക്കെ കഴിക്കട്ടെ, ബാസ്കിമോനും കൂടെ കഴിക്കട്ടെ. നമ്മൾ ചോറിന് ബീഫ് ഫ്രൈ വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് കൂട്ടി നമുക്ക് ചോറൊക്കെ കഴിക്കാം. സമയമാണെങ്കിൽ 7 മണിയാകാറായി. നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്ത് വെച്ചില്ല. ഇനിയിപ്പോൾ നാളെ മുതലക്കടം പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നൊവേന കൂടാനായിട്ട്. കുറേ നാളായി നൊവേന പോയി കൂടിയിട്ട്. അപ്പം നൊവേന കൂടണം. നീ വരുന്നുണ്ടോ? ആ, സ്റ്റേജിലോ? അവിടെ എവിടെ സ്റ്റേജ് ഇരിക്കണേ? അവിടെ എന്തിനാ കയറുന്നത്? അങ്ങോട്ട് കയറണ്ട. ഓ, അൺനോൺ ഗസ്റ്റ് ആയിട്ട് പോവോ നീ? വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ പോവോ? വിളിക്കാത്ത കല്യാണത്തിന് പോയാൽ ആരും അറിയാതെ പോയി കഴിച്ചിട്ട് ഇറങ്ങി പോരണം. അല്ലാതെ പാട്ട് പാടിയ നാട്ടുകാർ മൊത്തം കാണും. നീ ഏതടാന്ന് ചോദിക്കുമ്പോ നീ ആരടാന്ന് പറയൂടാ? ഞാൻ പറയൂ, ആരുടെ ബന്ധുവെന്ന് പറയും? ചെറുക്കന്റെ വീട്ടുകാർ ചോദിച്ചാലോ? ചെറുക്കന്റെ വീട്ടുകാർ ചോദിച്ചാ ഞാൻ പറയും നിങ്ങൾ അറിയാത്തൊരു ബന്ധുവാ, നിങ്ങളുടെ പെണ്ണിന്റെ ബന്ധുവെന്ന് പറയണം. ഫോട്ടോ ഒക്കെ ഇടുമ്പോ ഞാൻ കാണുന്നൊക്കെ പറയും. അങ്ങനെ കണ്ടൊരു ബന്ധുവെന്ന് പറയും. ഓ, ഫോട്ടോ ആക്കിയിട്ട് കണ്ട. എടാ നീ ഇപ്പൊ സെലിബ്രിറ്റിയാടാ, നീ സെലിബ്രിറ്റിയാ. നിന്നെ പലരും അറിയുന്നത്, അതുകൊണ്ട് നിന്നെ തിരിച്ചറിയും. ആൻസൂട്ട വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ വന്നിരിക്കുന്നു എന്ന് പറയും. നമ്മുടെ കോളേജിൽ ഒരുപാട് പിള്ളേർ വന്ന് മിണ്ടാറുണ്ട്. ഒരുപാട് പിള്ളേരുടെ പേരൻസ് എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അമ്മ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പിള്ളേർ വന്ന് പറയാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. എൻ്റെ ദൈവമേ, ഇതൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഞാൻ ഒരിക്കലും അല്ലസറിയിൽ നിന്ന് പോരുമ്പം എന്നെ അവിടെ ആരും അറിയില്ലായിരുന്നു.
ഇപ്പം തിരിച്ചു ചെന്നപ്പം എന്നെ ഒരുപാട് പേര് അറിയുന്നതുണ്ട്, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അന്നും ഇന്നും ഞാൻ തന്നെയാണ്, എനിക്കൊരു മാറ്റവും ഇല്ല. അന്നും ഇന്നും എന്നും ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. എല്ലാ വനിതകൾക്കും എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി വിമൻസ് ഡേ. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരുവരേക്ക് ഡിസൈനിങ് ബിന്ദു ആൻഡ് ആൻസർ. ബിന്ദു ആൻഡ് ആൻസർ. ബൈ.